ഗാസ സമാധാന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 21 ഇന നിബന്ധനകളാണ് പുറപ്പെടുവിച്ചത്. ഈ 21 പാലിക്കണം എന്നാണ് രണ്ട് രാജ്യങ്ങളോടുമായിട്ട് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ അത് ഹമാസിനോടാണ്, അല്ലെങ്കിൽ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഏറ്റവും കൂടുതലായിട്ട് അദ്ദേഹം പറയുന്നത്. ഈ നിർദ്ദേശം പാലിക്കുന്നതോടുകൂടി യുദ്ധവിരാമം ഉണ്ടാവും, പിന്നീട് സമാധാന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങും എന്ന് പറഞ്ഞു. അതിന് നിബന്ധനകൾ വെച്ചു, സമയപരിധി വെച്ചു. സമയപരിധി എന്നത് ഞായറാഴ്ചയോട് കൂടിയിട്ട് അതിന് തീരുമാനം. 72 മണിക്കൂർ സമയമൊക്കെയാണ് പറഞ്ഞത്, 4 ദിവസം ആ രീതിയിലുള്ള സമയങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്തിനോടനുബന്ധിച്ച് തന്നെ ഹമാസ് കൂടിയാലോചനകൾ നടത്തി അതിനെക്കുറിച്ച് ഏറെക്കുറെ ഒരു രൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഉണ്ടാക്കിയ രൂപം പുറത്ത് പറയുകയും ചെയ്തു. ബന്ദിമോചനത്തിന് തയ്യാറാണ്, കൂട്ടത്തോടു കൂടിയുള്ള ബന്ദിമോചനത്തിന് തയ്യാറാണ്. അതോടൊപ്പം തന്നെ ഗസ ഭരണം വെസ്റ്റ് ബാങ്കിൻ്റെ, അതായത് ഫലസ്തീൻ അതോറിറ്റിയെ ഏൽപ്പിക്കുന്നതുകൊണ്ട് വിരോധമില്ല, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ അതിലുണ്ടാവാൻ പാടില്ല, അങ്ങനത്തെ കുറച്ച് നിർദ്ദേശങ്ങളാണ് നൽകിയത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്ന കാര്യം, ലളിതവൽക്കരിച്ചുകൊണ്ട് കഠിനമായിരിക്കുന്ന ചില നിലപാടുകൾ അമേരിക്കയെ കൊണ്ടും ഇസ്രായേലിനെ കൊണ്ടും സമ്മതിപ്പിച്ചിരിക്കുന്നു ഗസ എന്ന തരത്തിലാണ്. ഏതൊക്കെയാണ് ആ നിർദ്ദേശങ്ങളും ആ നിലപാട് കാര്യങ്ങളും, അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ആ 21 നിർദ്ദേശങ്ങൾ ആദ്യം നോക്കാം. അതിന് ശേഷം കണിശമായി മാറ്റം വരുത്താൻ തയ്യാറല്ലെന്ന് ഹമാസ് പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഏതൊക്കെ എന്ന കാര്യം കൂടി നമുക്ക് ഇതിൻ്റെ ഇടയിൽ പരിശോധിക്കേണ്ടതുണ്ട്. നിബന്ധനകൾ ആദ്യത്തേത് പറയുന്നത് ഗാസ ഒരു ഭീതിയില്ലാത്ത മേഖലയാക്കി, ഭയപ്പാടില്ലാത്ത മേഖലയാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിൻ്റെ കാര്യങ്ങൾ നടത്തണം എന്നുള്ളത്. രണ്ടാമത്തത് ഗാസയെ അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റത്തിരുത്തുകൾ വരുത്തുക, അതായത് അവർക്ക് സാമൂഹ്യമായിരിക്കുന്ന അന്തരീക്ഷ കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഗാസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഗുണപരമായിരിക്കുന്ന കാര്യവും സാമൂഹ്യപരമായിരിക്കുന്ന മാറ്റങ്ങളുമാണ് ആദ്യാദ്യ എണ്ണങ്ങളിലെല്ലാം നിർദ്ദേശിക്കപ്പെട്ടത്. അവിടെ ഒരു പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞിരിക്കുന്ന നിലപാടിന് വിരുദ്ധമായ നിലപാട് അദ്ദേഹം ഉണ്ടാക്കി എന്നുള്ളതാണ്. ഗാസ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുക എന്നുള്ളതും ആ പ്രദേശത്തുള്ള 23 ലക്ഷം പാലസ്തീനികളും മറ്റ് അറബ് രാജ്യങ്ങളിലേക്ക് പോകണം, അവിടെ സുരക്ഷിതമായിട്ട് ഇടയില്ല, അവിടെ എല്ലാം നിലംപരിശാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ടൂറിസ്റ്റ് സംവിധാനം ഉണ്ടാക്കും എന്ന് പറയുകയും അതിന് പ്ലാൻ വരയ്ക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും അത് AI ടൂൾസ് കൊണ്ട് വലിയ രീതിയിലുള്ള വീഡിയോ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് പുറത്തിറക്കുകയും ചെയ്തു. അതിൻ്റെ മധ്യ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്റ്റാൻഡായിട്ട് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ വന്നു. വലിയ വിവാദ കാര്യങ്ങളായിരുന്നു. 25 നില കെട്ടിടം ഗസയുടെ മധ്യ ഗസയിൽ ഉണ്ടാക്കും, അതിൻ്റെ മുൻഭാഗത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ചിത്രങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊന്നും എവിടെ എത്താത്ത രീതിയിൽ ഇപ്പോൾ ഗാസ സമാധാന അന്തരീക്ഷത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ആവശ്യമാണ് എന്ന തരത്തിൽ അദ്ദേഹം മാറ്റിപ്പറഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മൂന്നാമത്തെ, ഇസ്രായേൽ ഹമാസ് ഉഭയകക്ഷി ഈ പദ്ധതി അംഗീകരിച്ചു കഴിഞ്ഞാൽ യുദ്ധമുട അവസാനിപ്പിക്കുക, സൈനിക നടപടികൾ നിർത്തുക. അത് രണ്ട് വിഭാഗത്തോടുകൂടിയാണ് പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും ഇത് അംഗീകരിച്ച് കഴിഞ്ഞിട്ടാണ് യുദ്ധം അപ്പം തന്നെ അവസാനിപ്പിച്ചു, പിന്നെ അതിൻ്റെ സൈനിക നടപടി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല എന്ന തരത്തിലാണ്. നാലാമത്തെ, 48 മണിക്കൂറിനുള്ളിൽ ഈ കരാർ വ്യവസ്ഥ അംഗീകരിച്ചതോടുകൂടി 48 മണിക്കൂറിനുള്ളിൽ തടവുള്ള എല്ലാ ഹോസ്റ്റേജ് ഗസയും, അതായത് ബന്ദികളെ എല്ലാവരെയും, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരെയും ഒരേ ടൈമിൽ വിട്ടുകൊടുക്കുക. 20 പേർ ജീവിച്ചിരിപ്പുള്ളവർ, 28 പേർ മരണപ്പെട്ടു, 48 പേരുടെ ശരീരത്തെ വിട്ടുകൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങുക. അഞ്ചാമത്തത്, ഈ ബന്ദികൾ വിട്ടുകൊടുത്ത ശേഷം ഇസ്രായേൽ പിടിച്ചു കൊണ്ടുപോയ ഗാസയിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചു കൊണ്ടുപോയ ഇപ്പോൾ ഇസ്രായേൽ തടവിലുള്ള പാലസ്തീനികളെ മോചിപ്പിക്കുക. അത് എണ്ണൊക്കെ പറയുന്നത് 250 അങ്ങനെ എണ്ണങ്ങളൊക്കെ പറയുന്നുണ്ട്. ആറാമത്, ഹമാസ് അംഗങ്ങൾക്ക് മാപ്പ് നൽകി അവരെ ഗാസ വിടാൻ വേണ്ടിയിട്ട് സുരക്ഷിത പാത ഒരുക്കുക. ഹമാസിലെ എല്ലാ അംഗങ്ങളും എന്ത് ചെയ്യണം? രാജ്യം വിട്ടു പോകണം, ഗസ വിട്ടു പോകണം. അത് സുരക്ഷിതമായ രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള ദേശത്തേക്ക് അല്ലെ രാജ്യത്തേക്ക് പോകാനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഏഴാമത്തത്, ഗാസയിലേക്ക് സഹായം വൻതോതിൽ ഉയർത്തുക. അതിന് അടിസ്ഥാനമായിരിക്കുന്ന ജനുവരി 25 കരാർ അടിസ്ഥാനത്തിൽ ട്രക്കുകൾ കടത്തിവിടാനുള്ള സംവിധാന കാര്യങ്ങളുണ്ടാകും. ഒരു കരാർ വ്യവസ്ഥ അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അത് പാലിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമാണ് അതിൽ പറയുന്നത്. അപ്പോൾ ആ കരാർ വ്യവസ്ഥ പ്രകാരം നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് 600ഓളം ട്രക്കുകൾ ഏകദേശം കണക്കാക്കിയിട്ട് എന്ത് ചെയ്യണം? ഗസയിലേക്ക് സാമൂഹ്യ സർവീസ് നടത്തുക എന്ന് പറഞ്ഞാൽ ഭക്ഷ്യധാന്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് എത്താനുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിൽ മറ്റത്. എട്ടാമത്, സഹായ വിതരണം ക്രമീകരിക്കുക. ഇസ്രായേൽ അല്ലെങ്കിൽ ഹമാസ് ഇടപെടാതെ ഐക്യരാഷ്ട്ര സംഘം റെഡ്
ക്രസൻറ്റിന് നൽകുക. ഇപ്പോൾ അവിടെ നടക്കുന്ന ഭക്ഷണ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അവിടെ ഇസ്രായേലും അമേരിക്കയുടെ ഏജൻസിയുമാണ് ചെയ്യുന്നത്. അവരങ്ങോട്ട് ഒഴിവാക്കിയിട്ട് പകരം റെഡ് ക്രസൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വം നടക്കുന്ന സംവിധാനത്തോട് കൂടിയിട്ടുള്ള വിതരണങ്ങൾ പുനരാരംഭിക്കുക എന്നുള്ളതാണ്. ഇസ്രായേലും അമേരിക്കയും തമ്മിൽ വിതരണം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടാണ് വലിയ വെടിവെപ്പും കാര്യങ്ങളും ഉണ്ടായി. 300 ചില്ലാനും ആളുകൾ കൊല്ലപ്പെട്ടു. ഭക്ഷണത്തിന് വേണ്ടി വരി നിൽക്കുന്നവരെ ഇസ്രായേൽ വെടിവെച്ച് കൊന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിവാദ വിഷയങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു. 9ാമത്തത് ഗാസയുടെ ഭരണത്തിനായി താൽക്കാലിക ട്രാൻസിഷൻ പ്ലാന്റ് പലസ്തീനിയൻ ടെക്നോക്രാറ്റ്സ് സർക്കാരുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതായത് അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ ഒരു ഭരണ സംവിധാനങ്ങൾ അവിടെ കൊണ്ടുവരിക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് അവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് പലസ്തീനുകൾ അല്ലാത്തവരെന്നാണ്. ഇപ്പോൾ അത് വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് കൂട്ടി പറയുന്നുണ്ട്. എന്നാൽ പലസ്തീൻ അതോറിറ്റിക്ക് അത് കൊടുക്കാം. പക്ഷേ അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഹമാസ് അതിലുണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. 10ാമത്തത് ഗാസ സംസ്കരണത്തിനായുള്ള സാമ്പത്തിക പുനരുദ്ധാരണ പദ്ധതി തയ്യാറാക്കുക. പുനരുദ്ധാരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തിക പാക്കേജുകൾ അറബ് രാജ്യങ്ങളും മറ്റുള്ളവരൊക്കെ മുൻപ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ലിസ്റ്റാക്കിയിട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. 11ാമത്തത് ഒരു എക്കണോമിക് സോൺ സ്ഥാപിക്കുക. കുറഞ്ഞ താരിഫുകളും പ്രവേശന നിബന്ധനകളും പുതിയ നയങ്ങളും ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു ടൂറിസ്റ്റ് മേഖലയുടെ ഭാഗമായിട്ട് ഗസയിലേക്ക് വരാൻ താല്പര്യമുള്ള, ഗസയുടെ ഭൂമി കാണാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് ആളുകൾ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളുണ്ട്. അവർക്ക് പ്രവേശനം നൽകുക, അവരിന്ന് മാന്യമായിരിക്കുക, പണം വാങ്ങുക എന്നാണ് ചുരുക്കം. 12 ഗാസയിൽ നിന്ന് ആരെയും ബലപ്രയോഗത്തിലൂടെ മാറ്റരുത്. പോകാനും തിരിച്ചു വരാനും അവസരം കൊടുക്കണം. ഗാസയിൽ നിന്ന് ഗാസക്കാരെ ബലപ്രയോഗത്തിലൂടെ മറ്റെട്ടെങ്കിലും മാറ്റുന്നത് ഒഴിവാക്കുക. അവരവിടെ സുരക്ഷിതമായിരിക്കുന്ന ഇടത്തിലേക്ക് സുരക്ഷിതമായി അവിടെ താമസിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് മുൻപ് ട്രംപ് പറഞ്ഞതിന് വിരുദ്ധമാണ്. അവിടെ എല്ലാവരും ഒഴിഞ്ഞു പോകണം എന്നാണ് പറഞ്ഞത്. അതിനുവേണ്ടി ജോർദാനുമായിട്ടും ഈജിപ്തുമായിട്ടൊക്കെ വലിയ ചർച്ചാ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. സിനാ മരുഭൂമിയിലേക്ക് ഒരു മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. ലോകത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന അറബ് രാജ്യങ്ങൾ പലസ്തീനുകളെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ആ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായതാണ്. അതിൻ്റെയൊക്കെ വിരുദ്ധമായ രീതിയാണ്. പക്ഷേ ഗസക്കാരെന്ന് പറയുന്നത് അവിടുത്തെ ഹമാസ് ഒഴികെയാണ്. 13ാമത്തത് ഹമാസിൻ്റെ ഗവൺമെൻറ്റ്സ് റോളുകളുടെ ഭാഗമായി പങ്കെടുക്കാൻ അനുവദിക്കുന്നത് ഭീകരവാദങ്ങൾ, ആയുധങ്ങൾ എന്നിവ നശിപ്പിക്കുക. അതായത് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഹമാസിനെ അടുപ്പിക്കാൻ പാടില്ല. അവരുടെ ആയുധങ്ങൾ അപ്പാടെ നശിപ്പിക്കുകയും അവരുടെ ആയുധങ്ങൾ കണ്ടെത്തുകയും കണ്ടുപിടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. 14ാമത്തത് പ്രാദേശിക പങ്കാളികൾ സെക്യൂരിറ്റി ഗാരണ്ടീസ് നൽകുക. ഹമാസ് ഇതര ഗ്രൂപ്പുകൾ അവരുടെ ബാധ്യതകൾ പാലിച്ചു കൊള്ളണമെന്ന് ഉറപ്പാക്കുക. പ്രാദേശിക പങ്കാളിത്തത്തിൽ സുരക്ഷാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടത് അവിടുത്തുകാർക്ക് തന്നെ നൽകുക, അതിന് വിരോധമില്ല. പക്ഷേ ഹമാസിനെ ഒഴിവാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഹമാസ് ഇതര ഗ്രൂപ്പുകൾ, ഒരു ഹമാസ് മാത്രമല്ല, അവിടെ സമാനമായിരിക്കുന്ന 12ഓളം ഗ്രൂപ്പുകളുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ 6 ഗ്രൂപ്പ് വളരെ സജീവമായിരിക്കുന്ന ഗ്രൂപ്പാണ്. അവരെ ഒന്നും സുരക്ഷാ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഏൽപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. 15ാമത്തത് പുതിയ പലസ്തീൻ പോലീസ് ഫോഴ്സ് പരിശീലിപ്പിക്കുക. അവിടെ പുതിയ രീതിയിലുള്ള ഒരു പോലീസ് നിയമ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി അതിന് പ്രാക്ടിക്കൽ നൽകുകയും ചെയ്യുക. ആര് പ്രാക്ടിക്കൽ നൽകുന്നു എന്നതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. 16 ഇസ്രായേൽ ഗാസ ഒഴിയുകയും ഗാസ മേഖലയിൽ തിരെ സമർപ്പിക്കുകയും ചെയ്യുക. ഗാസ വിട്ടുതീർക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യും. അതായത് പറയുന്ന കാര്യം ഇസ്രായേൽ പൂർണ്ണമായി ഗാസയിൽ നിന്ന് ഒഴിയണം. ഗാസ മേഖലയിൽ തിരികെ സമർപ്പിക്കുകയും ചെയ്യുക. തിരികെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഹമാസിൻ്റെ കൈവശത്തിലേക്കല്ല, പാലസ്തീൻ അതോറിറ്റി കൈവശത്തിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുക. പിന്നീട് അവിടെ നിന്ന് ഒരു വിഷയങ്ങളില്ലാത്ത രീതിയിൽ ഒഴിഞ്ഞു പോക്ക് ഉണ്ടാകണം എന്നാണ് പറഞ്ഞതിൻ്റെ സാരാംശം. 17ാമത്തത് അത് ഹമാസിനോടായിട്ട് പറയുന്ന കാര്യമാണ്. 17ാമത്തത് ഈ പദ്ധതി വൈകിപ്പിക്കുകയോ അല്ലെങ്കിൽ നിഷേധിക്കുകയോ ചെയ്യുകയാണെങ്കിൽ യുദ്ധത്തിൻ്റെ രൂപം മാറുകയും ഈ മേഖലയിൽ ശക്തമായിരിക്കുന്ന ആക്രമണം നടത്താൻ വേണ്ടി ഇസ്രായേലിന് അനുമതി നൽകുകയും ചെയ്യും. 18 ഇസ്രായേൽ ഇനി ഗസയിൽ ആക്രമണം നടത്തരുത്. മധ്യസ്ഥ ഭൂമിക അംഗീകരിക്കുക. മധ്യസ്ഥത അതായത് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലൊക്കെ ഒഴിഞ്ഞുപോക്ക് നടത്തുകയും മധ്യസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്ന കരാർ വ്യവസ്ഥ പൂർണ്ണമായിട്ട് പാലിക്കാൻ വേണ്ടി ഇസ്രായേൽ തയ്യാറാവുകയും വേണം. 19 ജനാരാധന ഡീറെഡിലൈസേഷൻ പ്രക്രിയ സൃഷ്ടിക്കുക. മതപരമായ സംഭാഷണങ്ങൾ, മനോഭാവങ്ങൾ മാറ്റുക. ഇത് മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഭാഗം ഉദ്ധരിച്ച് പറയുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ മുസ്ലിങ്ങളുടെ ശത്രു രാജ്യമാണ്.
യഹൂദി വൻ നസാറ എന്നുള്ള പരാമർശം പല ഭാഗങ്ങളിലായിട്ട് ഖുറാനിൽ പരാമർശിക്കുകയും അത് പ്രവാചകർ അതേക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട്. ശത്രുപക്ഷത്താണ്. ഇസ്രായേൽ ആക്രമിച്ച ഒരു മുസ്ലിം മരണപ്പെടുകയാണെങ്കിൽ രക്തസാക്ഷിത്വം തന്നെയാണ് അതിൽ പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആക്രമണത്തെ പേടിക്കുന്നില്ല. അവരുടെ മരണം കിട്ടുകയാണെങ്കിൽ വിശുദ്ധമായ മരണം, അതിജീവനമാണെങ്കിൽ ദുനിയാവിൽ കുറച്ചും കൂടി ജീവിക്കാം. ഈ ഒരു മനോഭാവത്തോട് കൂടിയിട്ടുള്ള യുദ്ധമാണ് ഗസയിൽ നിന്ന് ഇസ്രായേലിനെതിരെ നടത്തുന്നത്, ഇറാൻ നടത്തുന്നത്, യമൻ നടത്തുന്നത്. അവർ മരണം പേടിക്കാത്തതുകൊണ്ടാണ്. അതൊരു വിശുദ്ധ മരണമാണ്. അതിനേക്കാളും വലിയ രക്തസാക്ഷിത്വമുള്ള മരണമൊന്നുമില്ല. ഈ ഒരു മനോഭാവം ഒരു യുദ്ധത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി മാനസികപരമായ രീതിയിൽ യുദ്ധം ചെയ്യുന്നവർക്ക് വലിയ ധൈര്യം കിട്ടും. ഈ ധൈര്യം ഇസ്രായേൽ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആ മനോഭാവം തന്നെ മാറ്റണം എന്നാണ് പറഞ്ഞത്. അത് കരാർ വ്യവസ്ഥയിൽ പറയേണ്ട കാര്യമൊന്നുമല്ല. ഏതായാലും ട്രംപ് അത് പറഞ്ഞിട്ടുണ്ട്. 20ാമത്തേത്, ഗാസ പുനരുദ്ധാരണം പുരോഗമിക്കുന്നത് കൂടുമ്പോൾ പലസ്തീൻ അതോറിറ്റി സുതാര്യമായിരിക്കുന്ന റിഫോം പ്രോഗ്രാം നടപ്പിലാക്കിയാൽ ഒരു വിശ്വാസാർഹമായിരിക്കുന്ന പാത്വേ ഓഫ് ഫലസ്തീൻ സ്റ്റേറ്റ്ഹുഡ് സജ്ജമാക്കുക. ഒരു വിശാലമായിരിക്കുന്ന ഒരു അതോറിറ്റി സംവിധാനത്തോടു കൂടി ഒരു ദേശഭാഗമാക്കിയിട്ട് അതിനെ മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിരിക്കുന്ന അതിർത്തി വരച്ചുകൊണ്ട് ഇസ്രായേലിനെയും ഗസയും വേർതിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. 21ാമത്തേത്, ഇസ്രായേൽ പലസ്തീനിനിടയിൽ സമാധാനപരമായ സഖ്യത്തിന് ഒരു പൊളിറ്റിക്കൽ ഹോറിസോൺ നിശ്ചയിക്കാൻ ഇരുവരും ചർച്ച നടത്തുക. ആര്? ഗസയിൽ ഭരണം നടത്തുന്നവരും ഇസ്രായേലിൻ്റെ ആളുകളും പരസ്പരം ചർച്ച നടത്തിയിട്ട് ഒരു പൊളിറ്റിക്കൽ ഹോറിസോൺ, ഒരു മേഖല സൃഷ്ടിച്ചുകൊണ്ട് ഭാവിയിൽ ഒരു പ്രശ്നങ്ങളില്ലാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. ഇസ്രായേലിൻ്റെ നയങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് യുദ്ധത്തോടനുബന്ധിച്ച് ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ലോകത്തോടായിട്ട് ചില കാര്യങ്ങൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. പറയപ്പെട്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഇതാണ്. 1, ഹമാസിനെ ഇല്ലാതാക്കും. 2, ബന്ദികളെ ഇസ്രായേൽ തന്നെ മോചിപ്പിക്കും. 3, ഹമാസിൻ്റെ ആയുധപ്പുര ആ സംവിധാനം അപ്പാടെ തന്നെ നശിപ്പിക്കും. അടുത്തത്, ഇസ്രായേലിലേക്ക് പുതിയൊരു ആക്രമണം ഇല്ലാത്ത സംവിധാനം ഒരുക്കും. അടുത്തത് 5ാമത്തേത്, ഗാസ പൂർണ്ണമായി ഇസ്രായേലിൻ്റെ കൈവശത്തിൽ എത്തിക്കാൻ തങ്ങൾ ശ്രമിക്കുമെന്നല്ല, എത്തിക്കും എന്നുള്ളതാണ്. ഈ 5 കാര്യം നടന്നിട്ടില്ല എന്ന് ചുരുക്കം. പിന്നീട് ഇപ്പോൾ ഹമാസിനോടായി പറയപ്പെട്ട കാര്യങ്ങൾ അവർ അംഗീകരിക്കാത്തതിൽ ചിലത് ഇതാണ്. 1, ഹമാസ് അംഗങ്ങൾക്ക് മാപ്പ് നൽകുക, തങ്ങളുടെ ഗാസ വിടാൻ സുരക്ഷിതമായ പാതൊരുക്കുക. ഹമാസിൻ്റെ അംഗങ്ങൾ രാജ്യം വിട്ടു പോകണമെന്നാണ് പറഞ്ഞത്. അതേ കുറിച്ചിട്ട് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. കാര്യം ഇവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ ദേശത്തിൻ്റെ ആൾക്കാരാണ്, ഇവിടെ വിട്ടുപോകില്ല. ആയുധം വെച്ച് കീഴടങ്ങിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പോരാടാനുള്ള അല്ലെങ്കിൽ പ്രതിരോധിക്കാനുള്ളത് ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങൾ അത് ചെയ്യും. അപ്പോൾ അതിൽ അമേരിക്കയും ഇസ്രായേലും സമ്മതിക്കല്ലാതെ വേറെ വഴിയില്ല, അതവർ തോറ്റുപോയി. അതുകൊണ്ട് ഈ കാര്യം ഹമാസിനോട് രാജ്യം വിട്ടുപോകാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അടുത്തത്, ഗാസയുടെ ഭരണത്തിനായി താൽക്കാലികമായിരിക്കുന്ന ട്രഡീഷണൽ പലസ്തീൻ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ അതോറിറ്റിക്ക് കൈമാറണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഭരണത്തിൽ ഞങ്ങൾക്ക് പങ്കാളിത്തമൊന്നും വേണ്ട, പക്ഷേ ഫലസ്തീൻ അതോറിറ്റിക്ക് കൈമാറാൻ പറ്റുമോ, മറ്റ് അറബ് രാജ്യങ്ങളോ അല്ലെങ്കിൽ യൂറോപ്യന്മാരോ ഇവിടെ ഭരിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു. അതും ട്രംപ് അംഗീകരിക്കുകയാണ് ചെയ്തത്. അടുത്തത്, ഹമാസിൻ്റെ ഗവൺമെൻറ് റോളുകളുടെ ഭാഗമായിട്ട് ആയുധങ്ങൾ നശിപ്പിക്കുക അല്ലെങ്കിൽ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുക എന്നുള്ള രീതിയാണ്. തങ്ങൾക്കത് പറ്റില്ല, തങ്ങൾക്കത് സൗകര്യമില്ല എന്നുള്ള നിലപാടാണ് ആ ഭാഗത്തുനിന്ന് പിന്നെ ഉണ്ടായത്. അടുത്തത്, പുതിയ ഒരു പലസ്തീൻ പോലീസ് ഫോഴ്സ് പരിശീലിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. പോലീസ് ഫോഴ്സ് പരിശീലിപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിൽ യൂറോപ്യന്മാരുണ്ടാവാൻ പാടില്ല. അപ്പോൾ സമ്പൂർണ്ണമായ രീതിയിൽ ഈ 21 നിലപാടുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇവർ അംഗീകരിച്ചതിനപ്പുറം അല്ലെങ്കിൽ ഇവർ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത് അംഗീകരിപ്പിക്കാനൊന്നും അമേരിക്കക്ക് സാധിക്കാത്ത വിധം യഥാർത്ഥത്തിൽ തോറ്റുപോയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇസ്രായേൽ തോറ്റിരിക്കുന്ന ഒരു യുദ്ധം, അവർ തോൽവി അംഗീകരിച്ചിരിക്കുന്ന യുദ്ധമാണ് ഗസയിലെ ഈ പറയപ്പെട്ട നിബന്ധനകളിൽ ചിലത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത്. മാത്രവുമല്ല, പൂർണ്ണമായിരിക്കുന്ന സൈനിക പിന്മാറ്റത്തിന് ശേഷമാണ് ബന്ദിമോചനം ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ചെതറിക്കിടക്കുന്ന ആളുകളുടെ കൈവശത്തിലാണ് ബന്ദികളുള്ളവരെ മോചിപ്പിക്കാൻ വേണ്ടി പൂർണ്ണമായിട്ട് ഇവർ പിന്മാറണം എന്ന് ചുരുക്കം.